LPST റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന നിരാഹാര സമരം പിൻവലിച്ചു. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചത്. കഴിഞ്ഞ 37 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ ഉദ്യോഗാർത്ഥികൾ നടത്തിവന്ന പ്രതിഷേധ സമരമാണ് ഒത്തുതീർപ്പിലായത്. സമരത്തിന് നേതൃത്വം നൽകിയ വളർമതി ടീച്ചറുടെ നിരാഹാര സമരം മന്ത്രി എൻ ഷംസുദ്ദീൻ നാരങ്ങാനീര് നൽകി അവസാനിപ്പിച്ചു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെ PSC നിരന്തരം നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് നിർത്തിവെക്കണമെന്ന റാങ്ക് ഹോൾഡേഴ്സിന്റെ ആവശ്യവും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്ന വേളയിൽ കൂടുതൽ പേർക്ക് നിയമനം ലഭിക്കുന്നതിന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടുന്ന കാര്യവും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സമരക്കാർക്ക് ഉറപ്പ് നൽകി. ഓരോ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടന്നതിന് ശേഷമേ വേക്കൻസി വരുന്ന മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നത്. അത് മൊത്തത്തിലെടുക്കേണ്ട തീരുമാനമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്കും യോജിപ്പാണുള്ളത്. 2 അധ്യയന വർഷങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇവർ പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൻ്റെ കാലാവധി സമയമെത്തുമ്പോൾ നീട്ടിക്കൊടുക്കാൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. കൂടുതൽ പഠനം നടത്താൻ 45 ദിവസത്തെ സമയം ആവശ്യമുണ്ടെന്നും സർക്കാർ സമരക്കാരെ അറിയിച്ചു. മന്ത്രിയുടെ നിർദ്ദേശം സമരക്കാർ അംഗീകരിക്കുകയായിരുന്നു. നിരാഹാര സമരം അവസാനിച്ചെങ്കിലും ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് BB ഗോപകുമാർ MLA പറഞ്ഞു. അതേസമയം ഉറപ്പ് പാലിക്കും വരെ സമരം സമാധാനപരമായി തുടരുമെന്നും പ്രതിഷേധമോ പ്രകടനമോ നടത്തില്ലെന്നും വളർമതി പ്രതികരിച്ചു. ഈ വിഷയങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങളിവിടെ തുടരുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിനോട് അറിയിച്ചിരിക്കുന്നത്. സമരം പ്രതിഷേധമോ പ്രകടനമോ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങളിവിടെ ദിവസം എണ്ണി തുടരും. ഇതിനകത്ത് അനുകൂലമായ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിരാഹാരം ഇന്ന് അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.